Hi, hello, this is Ashwin and you are watching my first YouTube video. Just kidding. ഫസ്റ്റ് ഇതൊന്നല്ല കേട്ടോ, ഒരു 4-5 ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കണ്ടൻറ്റിൻ്റെ ദാരിദ്ര്യം കാരണം ഒന്നും ചെയ്യാത്തതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈയിടെ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെ ഫസ്റ്റ് നല്ലൊരു കോണ്ടൻറ്റ് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഇപ്പോൾ കാനി കുസൃദീൻ്റെ, അതായത് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പോയിട്ടുണ്ടായിരുന്ന കാനി കുസൃദീന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, പലസ്തീൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ വാട്ടർമെലോൺ ഔട്ട്ഫിറ്റ്, അതിലുണ്ടായിരുന്ന മെയിനായിട്ട് വാട്ടർമെലോൺ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഔട്ട്ഫിറ്റ് റീക്രിയേഷൻ വീഡിയോ ആണ്. അതായത് കാനി കുസൃതി അവിടെ യൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ് ഞാനിവിടെ സ്ക്രീനിൽ അവിടെ മേലെ കൊടുക്കുക, എന്താണ് ഔട്ട്ഫിറ്റ് എന്നുള്ളത് അവിടെ മേലെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് എന്നെക്കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കിത് എത്രത്തോളം ഭംഗിയാക്കിയിട്ട് എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ചലഞ്ചായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നിലമ്പൂർ ശോഭയ്ക്കാണ്. ഞാൻ ഓൾമോസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്നത് ശോഭയിൽ നിന്നാണ്, കാരണം നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ ഈ മെറ്റീരിയലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, ഞാൻ കണ്ടപ്പോൾ ഒരു സിമിലാരിറ്റി തോന്നിയിട്ട് അങ്ങനെ എടുത്തതാണ്. 126 രൂപ എങ്ങാണ്ടായിരുന്നു അതിൻ്റെ പ്രൈസ്. പക്ഷേ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഔട്ട്ഫിറ്റ്. എന്താ പറയുക, ഇത് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇതാ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കട്ടിങ് ആണ് കേട്ടോ. ഇതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഷൂട്ടിംഗ് ആണ്. പിന്നെ എന്തായാലും എടുക്കാൻ സമയമില്ല, ഞാൻ റെസിഡൻറ്റ് വേറെ സ്ഥലത്തേക്ക് പോകണം. നാളെ വേണം എടുക്കാൻ. നാളെ മഴയാണെങ്കിൽ ലേറ്റിലെങ്കിലും എടുക്കാനും പറ്റില്ല. പക്ഷേ എന്തായാലും നാളെ തന്നെ ഇത് എടുത്തിട്ട് നാളെ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഔട്ട്ഫിറ്റ് ഇതിനാകെ 150 രൂപ 160 രൂപ എങ്ങാണ്ട് ആയിട്ടുള്ളൂ കേട്ടോ. ഈ തുണിക്ക് ഇവിടെ നിലമ്പൂർ ശോഭിക എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് കുഴപ്പമില്ലാത്ത നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാവുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാനല്ല ഇട്ടിട്ടുണ്ട്, എൻ്റെ അനിയത്തിയാണുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഓൾ ഇട്ട് വന്ന് നിൽക്കണുണ്ട്. പോസൊന്നുമല്ല, ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവൾക്ക് വല്ല താല്പര്യമൊന്നുമില്ല കേട്ടോ ഇത് ഇട്ട് ഇങ്ങനെ നിൽക്കാനൊന്നും. പിന്നെ ഞാൻ എൻ്റെ നിർബന്ധത്തിൽ, പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ആളെന്തൊക്കെ പൊക്കി പറയുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ എക്സ്പ്രഷനൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഏറെക്കുറൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഇവിടേക്ക് എന്തൊക്കെയോ പറയാനൊക്കെ ഉണ്ട്. പക്ഷേ ഫസ്റ്റത്തെ ആയതുകൊണ്ട് ഓക്കെ, നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് ഓക്കെ എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു തണ്ണിമത്തൻ്റെ ബാഗും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തണ്ണിമത്തൻ്റെ ബാഗ് അത്ര നന്നായിട്ടില്ല, അതുകൊണ്ട് ഞാനത് ഷൂട്ടിന് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ മേക്കപ്പ് അതിന് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അവൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ അതൊന്നും അധികം ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറെക്കുറെ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്തായാലും എനിക്ക് പൊതുവേ ഞാൻ സ്റ്റിച്ച് ചെയ്തതും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്തതിൽ ഇപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കമൻറ്റ് ഇടും. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ഇടും, എന്നാലും നമുക്കത് റെക്ടിഫൈ ചെയ്ത് അടുത്ത വീഡിയോ നന്നായി ചെയ്യാൻ പറ്റുള്ളൂ.